ഓം ശാന്തി. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ച ശേഷവും നിങ്ങളെ സാമ്പത്തികമായിരിക്കുന്ന സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ 5 കാര്യങ്ങൾ, 5 നിയമങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ ലൈഫിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ ബ്ലോക്സ് ഏതൊക്കെ രീതിയിലുണ്ടെങ്കിലും അതെല്ലാം മാറിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണി ഫ്രീക്വൻസിനെ ഉയർത്താനും നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ധനം നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും. അതിനുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ മണി ഐഡൻറ്റിറ്റീനെ ഷിഫ്റ്റ് ചെയ്യണമെന്നാണ്. അതായത് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയേ എൻ്റെ കയ്യിലുള്ളൂ, എത്ര കാലമായി ഞാൻ ശ്രമിക്കുന്നു, ഇത്രയേ എനിക്ക് കിട്ടുള്ളൂ, ഇതൊക്കെ ആയിരിക്കാം എൻ്റെ വിധി. നമ്മളിങ്ങനെ ജനിച്ചവർക്കൊന്നും നമുക്ക് വലുതായി സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന തോട്ട്സാണ് വരുന്നതെങ്കിൽ നമ്മുടെ തോട്ട്സ് എന്തോ അതാണ് നമ്മളിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. ഞാൻ എന്താണോ ഇല്ലാത്തത് അതിനെ കുറേ ശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുമ്പോൾ അതാണ് ഞാനെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റീനെ, നിങ്ങളുടെ വ്യക്തിത്വത്തിനെ, നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ അതായി അങ്ങ് മാനിക്കുകയാണ്. അങ്ങനെ മാനിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആദ്യ ആവശ്യം നമ്മുടെ മണിയോടുള്ളതായിരിക്കുന്ന, ധനത്തോടുള്ളതായിരിക്കുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവത്തെ മാറ്റിക്കൊണ്ട് എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് അഥവാ മണി ഐഡൻറ്റിറ്റീനെ ഷിഫ്റ്റ് ചെയ്യണം. അതിനെന്ത് ചിന്തിക്കണം? ഐ ആം ദ റിച്ച്. ഇത് പറയുമ്പോൾ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണ്. ഇങ്ങനെ സമ്പന്നനാണെന്ന് മാത്രം പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് പലപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യും, വെറുതെ പറയല്ലേ എന്ന്. തീർച്ചയായിട്ടും അതിനു വേണ്ട 3 കാരണങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടെത്തുന്ന 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഈ 3 കാര്യങ്ങൾ അഥവാ ഏതെങ്കിലും 3 കാര്യങ്ങൾ അതിനുവേണ്ടി കാരണം കണ്ടെത്തിയേ തീരൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സുകൾക്ക് ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആധാരത്തിൽ നിങ്ങളോട് പറയുകയാണ്, നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ്, നിങ്ങളും ഈശ്വരൻ്റെ കുട്ടിയല്ലേ? ഒരു പക്ഷെ കേൾക്കുന്ന നിങ്ങൾ അടുത്ത നിമിഷം ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, യെസ് സിസ്റ്റർ, ഞങ്ങളും ഈശ്വരൻ്റെ കുട്ടിയാണ്. നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും ഈ ഭഗവാന്റെ രചനയാണ്. ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലോകത്ത് ആളുകളുണ്ട്. അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരും ഈശ്വരൻ്റെ മക്കളാണ്. ഒരു കുഞ്ഞ് ഞാൻ അച്ഛൻ്റെ മോനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞ് അച്ഛൻ്റെ മോനല്ലാതാവുന്നില്ലല്ലോ. ഒരു കുട്ടി ഭഗവാനെ ഞാൻ നിൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട്, നിന്നെ ഞാൻ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഈശ്വരൻ്റെ കുട്ടിയാകാതെ ഇരിക്കുന്നില്ല, അവരെ ഈശ്വരൻ മാനിക്കാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ കുട്ടികളാണ്. ഈശ്വരൻ പറയുന്നു, എൻ്റെ സമ്പത്തൊക്കെ നിനക്കുള്ളതാണ്. ഈ പ്രപഞ്ച നായകനാണ്, ഈ പ്രപഞ്ച രചയിതാവാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ നായകനാണ്, ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ കുട്ടിയായ ഞാൻ ഈശ്വരൻ്റെ സർവ്വസമ്പത്തിന് അധികാരിയാണ്. മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയാണ്. മാസ്റ്ററായിരിക്കുന്ന രചയിതാവാണ്, മാസ്റ്ററായിരിക്കുന്ന ഭഗവാനാണ്, എല്ലതുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈശ്വരൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ അച്ഛനൊരു കാറുണ്ടെങ്കിൽ ആ കുഞ്ഞ് പറയും ഇത് എൻ്റെ കാറെന്നാണ് പറയുക. അച്ഛനൊരു വീടുണ്ടെങ്കിൽ കുട്ടി പറയുക എൻ്റെ വീടെന്നാണ് പറയുക. നിങ്ങൾ എൻ്റെ വീട്ടിലും അവിടെ ഉണ്ടാവുന്ന പറയുക. ഈശ്വരൻ നമ്മുടെ അച്ഛനാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്വന്തമാണ്. അപ്പം നമ്മൾ റിച്ചസ്റ്റ് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റൊന്ന്, ഭഗവാന്റെ കുട്ടിയാകുമ്പോൾ ഈശ്വരൻ പറയുന്നത് മാനിക്കുക നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, സന്തോഷത്തോടെ ഈ പ്രപഞ്ചം, ഭഗവാന്റെ രചനയായ പ്രകൃതി, ഭഗവാന്റെ രചനയായ പ്രപഞ്ചം ഈശ്വരൻ്റെ മുന്നിൽ എങ്ങനെയാണോ സർവവും സമർപ്പിക്കുന്നത്, അതുപോലെ നിങ്ങളും ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക്, ആ ഒരു വൈബ്രേഷനിലേക്ക്, ആ ഒരു മെൻ്റൽ സ്റ്റേജിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഈശ്വരൻ്റെ കുട്ടിയായതുകൊണ്ട് ഐ ഡിസേർവ് ഇറ്റ്, ഞാനിത് അർഹിക്കുന്നുണ്ട്. സന്തോഷം നിറഞ്ഞൊരു ജീവിതം അതെൻ്റെ അർഹതയാണ്. ആരോഗ്യം നിറഞ്ഞ ശരീരം അതെൻ്റെ അവകാശമാണ്. സന്തോഷം നിറഞ്ഞ മനസ്സ് അത് ഭഗവാൻ എനിക്ക് തന്നതായിട്ടുള്ള നിധിയാണ്, ഗിഫ്റ്റാണ്. നല്ല സംബന്ധങ്ങൾ ഈശ്വരൻ സേവനത്തിന് വേണ്ടി എനിക്ക് തന്നതായിട്ടുള്ള എൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അർഹിക്കുന്ന ഒന്നാണ്. ഞാൻ ഭഗവാന്റെ കുട്ടിയായതുകൊണ്ട് ഞാൻ റിച്ചസ്റ്റാണ്. ഞാൻ ഭഗവാന്റെ കുട്ടിയായതുകൊണ്ട് ഞാൻ ഹാപ്പിയസ്റ്റാണ്. ഞാൻ ഭഗവാന്റെ കുട്ടിയായതുകൊണ്ട് ഞാൻ സമ്പന്നനാണ്. ചിന്തിച്ചു നോക്കൂ, ബോധ മനസ്സിൻ്റെ ക്വസ്റ്റ്യനിങ് അവിടെ അവസാനിക്കും. സോ ഐ ആം ദ റിച്ചസ്റ്റ്. നമ്മുടെ ഐഡൻറ്റിറ്റീനെ ഞാൻ ദരിദ്രനാണ്, ഞാൻ കഷ്ടമാണ്, എൻ്റെ അടുത്തില്ല എന്നുള്ള ഫീലിങ്സിനെ കൊന്നുകൊണ്ട് നമ്മൾ ഫുൾ പോസിറ്റീവായിരിക്കുന്ന, ഫുൾ പവർഫുള്ളായിരിക്കുന്ന വൈബ്രേഷനിലേക്ക് നമ്മുടെ ഐഡൻറ്റിറ്റീനെ ചേഞ്ച് ചെയ്യാനും.
ഭഗവാൻ പറയാറുണ്ട് തൻ്റെ മഹാവാക്യങ്ങൾ, മക്കളെ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സദ്ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ കൊണ്ട് നിറയുമ്പോൾ നിഴല് പോലെ എല്ലാം നിങ്ങളുടെ അടുത്ത് വരും. അതിൻ്റെ റിഫ്ലക്ഷനാണ് വരാൻ പോകുന്ന സത്യയുഗമെന്ന്. രണ്ടാമത്തെ കാര്യം, ആദ്യം നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ റൂൾ ചെയ്യുന്നത് നിങ്ങളെ റിയലൈസ് ചെയ്യണം. എങ്ങനെ റിയലൈസ് ചെയ്യും? ഞാൻ മനസ്സിലാക്കി ഞാൻ എന്താണെന്ന്. സെക്കൻഡായിട്ട് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എന്തെല്ലാം കപ്പാസിറ്റി ഉണ്ട്, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള നോളജ്, സ്കിൽസ്, ഏതൊക്കെ രീതികളിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, അത് എനിക്ക് പഠിപ്പിക്കലാവാം, ട്രെയിനിങ് കൊടുക്കലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓരോരുത്തർക്കും ഓരോ രീതി. നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ നിങ്ങൾക്ക് ഏതൊക്കെ പൈസ സമ്പാദിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 10 ലക്ഷം രൂപ വേണം. ആ 10 ലക്ഷം രൂപ വേണമെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ത്, അഥവാ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ലെവൽ അനുസരിച്ച് എനിക്ക് ഈ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് എത്ര ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് തികയില്ല എങ്കിൽ അടുത്ത വഴിയുണ്ട്. ലോകം ഇന്ന് കുറേ ഇമ്പ്രൂവായി. നമുക്ക് വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ലെങ്കിലും ചാറ്റ് GPT ഉണ്ടല്ലോ, ചോദിക്കാമല്ലോ. എന്തൊക്കെ രീതികളുണ്ട്, എൻ്റെ കഴിവുകൾ ഇന്നതൊക്കെയാണ്, ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ പോയി എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം, 10 lakhs ഉണ്ടാക്കണം, അതിനുവേണ്ടി ഞാൻ ഏതൊക്കെ വഴികൾ ചെയ്യണം ചോദിച്ചു നോക്കും. ഒരുപാട് ഗൈഡൻസ് തരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിനോട് പറയാം. ഒരു വഴി പറയുമ്പോൾ ഈ വഴി എനിക്കറിയില്ല, ഇന്നതൊക്കെയാണ് എൻ്റെ സ്കില്ല്, ഇത് വെച്ചുകൊണ്ട് മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ബിസിനസ് ചെയ്യാൻ പറ്റുമോ, അതിനൊരു ഗൈഡൻസ് തരൂ. അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങാൻ പറ്റുമോ, അതിനൊരു ഗൈഡൻസ് തരൂ. ഇതല്ലെങ്കിൽ എനിക്കൊരു കോച്ചായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ, ഗൈഡൻസ് തരൂ. എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. നോക്കണം. എന്നിട്ടും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല എങ്കിൽ ഒരു മെൻറ്റർ എടുത്ത് നോക്കൂ. ഇങ്ങനെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് തരുന്ന കോച്ചുമാർ എത്രയോ പേരുണ്ട്, അവരുടെ അടുത്തുനിന്ന് ഗൈഡൻസ് എടുത്ത് നോക്കൂ. ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദിവസവും കുറച്ച് കാര്യങ്ങൾ ഇതിനെ ഉതകുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് മാറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്, വീഡിയോസ് ഉണ്ട്, 100 കണക്കിന് വീഡിയോസ് ഉണ്ട് കേട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. നല്ല ബുക്സ് ഉണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ. അപ്പോൾ ആദ്യം അവനവന് നമ്മൾ ഇരുന്നു കൊണ്ട്, രണ്ടാമത്തെ റൂൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കെങ്ങനെ പോകണം എന്ന് സ്വയം ഒരു തീരുമാനം എടുക്കണം. മൂന്നാമത്തെ, പണം എനിക്ക് ആവശ്യമാണ് എങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചേ തീരൂ. ചെയ്യേണ്ടതായിരിക്കുന്ന ക്രാഷ് കോഴ്സുകളാവാം, അതിനുള്ള ബുക്സ് ആവാം, വീഡിയോസ് ആവാം, ഏത് മാധ്യമം നിങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എസ്പെഷ്യലി ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾക്ക് പൈസ ആവശ്യം വന്നു. ഇപ്പോൾ ഒരു ഷർട്ട് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചു, ഓണം വരികയാണല്ലോ, ഒരു നല്ല ഷർട്ട് കണ്ടു വാങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. അയ്യോ കഷ്ടം, എൻ്റെ ഒരു പൈസ ഇല്ലാത്ത കാരണം ഒരു ഷർട്ട് എനിക്ക് വാങ്ങാൻ പറ്റില്ല. നിരാശപ്പെടല്ല വേണ്ടേ. അഥവാ മനസ്സിലൊരു വിഷമം വന്നാൽ ഉടനെ തന്നെ നല്ലൊരു വീഡിയോ കേൾക്കൂ. നിങ്ങൾക്ക് പറ്റാത്തതൊന്നുമില്ല, ഈ സാധനമൊന്നുമല്ല. മനസ്സിനെ പവർഫുള്ളാക്കി 2 ദിവസം നിങ്ങൾ ഹാപ്പി ആയിരുന്ന 3-ാമത്തെ ദിവസം നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോ. 3-ാമത്തെ ദിവസം ഒരാൾ ഗിഫ്റ്റ് തന്നിട്ടോ വാങ്ങി തന്നിട്ടോ അഥവാ പൈസ വന്നിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് താങ്ക്സ് പറയുക. എഗൈൻ ആ രീതിയിലുള്ളതായിട്ടുള്ള സ്റ്റഡി കൊണ്ടുപോവുക. മനസ്സിനെ ഒരിക്കലും ഫ്രീക്വൻസി താഴാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും അടുത്ത സെക്കൻഡിൽ അവിടുന്ന് കയറാനുള്ളതായിരിക്കുന്ന, അത് വീഡിയോ ആവാം, അല്ലെങ്കിൽ ഓഡിയോ ആവാം, ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കമൻട്രികളായിരിക്കാം, ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ സഹായം എടുത്തുകൊണ്ട് ഉടനടി നിങ്ങളുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവണം. പിന്നെ 4-ാമത്തെ കാര്യം, നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്തേ പറ്റൂ. എല്ലാത്തിലും പറയുന്ന സെയിം പോയിന്റ്, ചേഞ്ച് യുവർ വൈബ്രേഷൻ. എങ്ങനെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാം? എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും ഏർലി മോർണിംഗ്, സൂര്യോദയത്തിന് ശേഷം ഉണരരുത്, സൂര്യോദയത്തിന് മുൻ എന്തായാലും ഉണരണം. കുറച്ച് സമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, നല്ല ബുക്സ് പഠിക്കുക. എന്തൊക്കെ സാഹചര്യം വരുമ്പോൾ അതിജീവിക്കത്തക്ക രീതിയിൽ ആദ്യം നമ്മളെ ചാർജ് ചെയ്യാം. നമ്മുടെ ഫുൾ ചാർജ് ആയിട്ടുള്ള ബാറ്ററിയുള്ള മൊബൈലും കൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ എത്ര കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നാലും, എന്തൊക്കെ വീഡിയോ കാണേണ്ടി വന്നാലും, പഠിക്കേണ്ടി വന്നാലും, അതെല്ലാം മറ്റുള്ളവരോട് സംസാരിക്കേണ്ടി വന്നാലും, മെസ്സേജ് ചെയ്യേണ്ടി വന്നാലും, മെയിൽ നോക്കിയാലും, എന്തെല്ലാം ചെയ്താലും അവസാനം ആകുമ്പോഴത്തേക്കും 2% വരെ ആകുമായിരിക്കാം ഒരു പക്ഷേ ഓഫായി പോവില്ല. രാത്രി ചാർജ് ചെയ്യാതെ, രാവിലെ ചാർജ് ചെയ്യാത്ത ഒരു 50% 40% ചാർജും കൊണ്ടാണ് നിങ്ങൾ മൊബൈൽ കൊണ്ട് പുറത്തിറങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ സന്ധ്യയ്ക്ക് മുന്നേ മൊബൈൽ ഓഫായും പോവാം. ദ സെയിം വേ ഈ ബാറ്ററിയും, മനസ്സിൻ്റെ ബാറ്ററി അതെ, രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനിലൂടെയും പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിയിലൂടെയും നമ്മുടെ പ്ലാനിങ്ങിലൂടെയും നമ്മൾ പോസിറ്റീവായിട്ട് 100% ചാർജ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെയുള്ള യാത്ര കഴിയുമ്പോൾ ഒരു പക്ഷേ അത് 4-5% ചുരുങ്ങിയിരിക്കാം, എന്നാൽ ഓഫായി പോവില്ല.
വീണ്ടും ചാർജ് ചെയ്യാലോ, ഉറങ്ങും മുന്നേ, രാത്രി ഉറങ്ങും മുന്നേ ചെയ്യുക. ഇങ്ങനെ ഒരു ദിവസത്തിൽ എന്തൊക്കെ സിറ്റുവേഷൻ കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ നമ്മളെ പവർഫുള്ളായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ സാഹചര്യത്തിനും സന്തോഷമായിട്ട് എടുക്കുക. ഒരു പക്ഷേ മോശമായ എന്തെങ്കിലും സാഹചര്യം ലൈഫിൽ സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അതിനും ഒരു നിമിഷം കാത്തിരുന്നാൽ, അഥവാ സം ഡേയ്സ് കാത്തിരുന്നാൽ അതിന് വലിയ വലിയ നല്ല ഫലങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. ഒരു പക്ഷെ നിങ്ങളുടെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലാണോ? തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഇഷ്ടം പോലെ ധനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ മുഖങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയേയില്ലായിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ സ്നേഹിക്കുന്നവരാരാണ് തിരിച്ചറിയാൻ ബെസ്റ്റ് അവസരങ്ങളാണ് കയ്യിൽ പൈസ ഇല്ലാത്ത സമയം. സോ ഈസ് ഓൾസോ ഗുഡ്. നമുക്ക് നാളത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാലോ. ധനം വരുമ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം നമുക്ക് തീരുമാനിക്കാമല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഏതൊക്കെ സമയമാണെങ്കിലും ഹെൽത്ത് കുറച്ച് വീക്ക് വന്നാലും ഒരു ദിവസം റെസ്റ്റിന് വേണ്ടി എടുത്താന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴും സ്വന്തമാക്കുന്നൊരു മെത്തേഡ്, എപ്പോഴെങ്കിലും വയ്യാതെയായിട്ട് കിടക്കേണ്ടി വന്നാൽ ഉടനെ ഞാൻ സ്റ്റഡിയിലേക്ക് അങ്ങ് മാറ്റും. ബുക്സ് ആവാം, വീഡിയോസ് ആവാം, അതല്ലെങ്കിൽ മറ്റേ ഓഡിയോ ആവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കമൻട്രീസ് ആവാം. ഏതെങ്കിലും ഒരു സ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ ആഴത്തെ അനുഭൂതിയിലേക്ക് ആ ടൈം മാറ്റുമ്പോൾ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും. ആക്റ്റീവായിക്കൊണ്ട് ഒരുപാട് നോളജായി, ഒരുപാട് ഹാപ്പി ആയിട്ട് ആ മൊമെൻറ്റ്സും കടന്നു പോകും. ഇനി പിന്നത്തെ നിമിഷം നമ്മൾ ഒരു കൂട്ടം നിധിയുമായിട്ട് ജീവിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കണോ വേണ്ടേ എന്ന് നിശ്ചയിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ അവസ്ഥയിലും നിങ്ങളുടെ വൈബ്രേഷൻ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നൊരു കാര്യം, ബില്യനെയർ ഹാബിറ്റ്സ് എന്ന് പറയും. സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിനെ കുറിച്ച് അവരെപ്പോഴും പ്ലാൻ ചെയ്യും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല, ദാറ്റ്സ് അനദർ ഫാക്ടർ. പക്ഷേ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാലോ. ധനം എന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ധനം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയേ തീരൂ. അത് പ്രപഞ്ചത്തെ നിങ്ങൾ ബന്ധിപ്പിക്കുകയാണ്, ഈശ്വരൻ നിങ്ങൾ ബന്ധിപ്പിക്കുകയാണ്. പ്ലാനിങ് എല്ലാം ചെയ്തിട്ട് എനിക്കിത് തന്നതിന് വേണ്ടി നന്ദി എന്ന് പറയുമ്പോൾ തരാൻ ഭഗവാൻ കൂടി ബന്ധിതനായി തീരും. സോ ഡു ഇറ്റ്. പ്ലാൻ ചെയ്യൂ, നന്നായിട്ട് വായിക്കണം, പഠിക്കണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തയ്യാറാവണം. ഏതവസ്ഥയിലും ഹാപ്പി ആയിരിക്കണം. എങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഈ ഫ്രീക്വൻസി നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഈ റൂൾസ് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ 5 ദിവസത്തേക്കല്ല, 7 ദിവസത്തേക്കല്ല, 21 ദിവസത്തേക്കല്ല, 41 ദിവസത്തേക്കല്ല, ലൈഫ് ലോങ് ഇതൊരു റൂട്ടീൻ നിങ്ങൾ ചെയ്യാമെങ്കിൽ ലൈഫ് ലോങ് സമ്പന്നനായി ജീവിക്കാം. ധനം കയ്യിൽ എത്ര ദിവസത്തേക്ക് വേണമെന്ന് ചോദിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്ര ദിവസത്തേക്ക് വേണമെന്ന് ചോദിക്കരുത്. ലൈഫിനെ പോസിറ്റീവാക്കൂ, പോസിറ്റിവിറ്റിയെ അട്രാക്റ്റ് ചെയ്യൂ, ഹാപ്പിനെസ്സിനെ അട്രാക്റ്റ് ചെയ്യൂ, ഹെൽത്തി, ഹാപ്പി, വെൽത്തി ആയിട്ട് ജീവിക്കൂ. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.